കബനി, നമ്മുടെ റൂം മാറിയോ? മുറി ഇത് തന്നെയാ. അപ്പൊ ഇതൊക്കെ ആരുടെയാ? ഹായ്, ഇത് കണ്ടുപിടി. എന്റെ അമ്മ എന്തുമാണ്? പത്മിനി, നീ എന്തായി കാണിക്കുന്നേ? ഇത് ആരുടെയാണെന്ന് അറിയാതെ. ഓ, നല്ല ക്രീമാടി. നമുക്കിത് തേച്ച് തേച്ച് വെളുക്കാം. എന്താ പത്മിനി? ഞാൻ മാറ്ററിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇതൊക്കെ എന്താണെന്ന് ചോദിക്കാലോ. എന്താന്ന് എനിക്കറിയാം. ഇങ്ങ് വന്നേ. നമ്മളില്ലാത്തപ്പോഴേ ട്രീസ മാഡം വന്ന് റൂമില് ഈ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടി കൊണ്ടുവച്ചതാ. കൊറേ കാത്തിട്ടും കാണാതായപ്പോ കൊണ്ടുവന്നൊക്കെ ഇവിടെ തന്നെ വെച്ചു. അത്ര തന്നെ. അല്ലാതെ ഇങ്ങനെയൊക്കെ ആരടി നമ്മളെ സഹായിക്കുന്നേ? ശരിയായിരിക്കും. പക്ഷേ എന്നാലും മാഡത്തിനോട് ചോദിക്കാതെ എടുക്കുന്നത് ശരിയല്ല. ഞാൻ എടുക്കും. ആദ്യം റൂമിലെ മുഷിനെ നാറ്റൊന്ന് മാറ്റട്ടെ. എന്താ ആരുടെയാണെന്ന് അറിയാൻ നീ എന്തായി കാണിക്കുന്നേ? നിന്റെ നാറ്റം മാറ്റട്ടെ. അതോടെ വെക്കാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് ആരാടി ഞങ്ങളുടെ റൂമിൽ കയറാൻ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ മുറിയല്ലേ? നോ, ഇത് എന്റെ മുറിയാ. എന്ത് കൾച്ചർലെസ് എവൾമാര്. ഏയ്, സൂക്ഷിച്ച് സംസാരിക്കണം. ഈ മുറിയിൽ നിങ്ങളുടെ ബാഗ് ഒക്കെ കൊണ്ടുവയ്ക്കാൻ ആരാ പറഞ്ഞത്? ആര് പറഞ്ഞ നിനക്കെന്താടി? നാശം എല്ലാം എടുത്ത് തീർത്തു. കാട്ടുവാസികളല്ലേ, ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അതിന്റെ കുഴപ്പാ. ഇനി ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഡെറ്റോൾ ഇട്ട് കഴുകണം. ഞങ്ങൾക്ക് എന്താ പകർച്ചവ്യാധി ഉണ്ടോ? ഉണ്ടാവും. നിനക്കളി. ദേ, നിങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിക്കേ. ഞങ്ങള് പോകാനോ? പോകേണ്ടത് നിങ്ങളാ. ഇറങ്ങടി രണ്ടും. ദേ, ചെമ്പയുടെ കൂടെ നടക്കുന്നെന്ന് കരുതി അവള് പറയുന്നത് പോലെ പറയാൻ നോക്കിയാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? ആദ്യം പുറത്തിറങ്ങടി. ഇല്ല, ഓടി ഇവിടെ. എന്തേത്? മാഡം, ഞങ്ങളുടെ മുറിയിൽ ഇവരിവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല. ഈ മുറി ഇവർക്ക് കൊടുത്തു. നിങ്ങളുടെ സാധനങ്ങൾ റൂം നമ്പർ 105 വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലേ. എനിക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോളൂ. അല്ലാതെ ഇവിടെ കിടന്ന് വെറുതെ ഒച്ച വെക്കണ്ട. കേട്ടല്ലോ? കേട്ടില്ലടി. ഇത്രയും നല്ല മുറിയിൽ കിടന്ന് നീയൊക്കെ സുഖിച്ചാ ഞങ്ങക്ക് സമാധാനം കിട്ടോ? അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തു. അത് പാസ്സായി. ഇനിയും റിക്വസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ മുറിന്ന്, പിന്നെ ഈ ഹോസ്റ്റലിന്ന്, അത് കഴിഞ്ഞ് ഈ കോളേജിൽ നിന്ന്. സഞ്ജന, ഒന്ന് വേഗം. മമ്മയും ഞാൻ ഹൈദരാബാദ് പാർട്ടിയായിട്ട് മീറ്റിങ്ങിന് പോവാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ. ശരി. സഞ്ജന, നിന്റെ കോട്ട് എവിടെ? സഞ്ജന, ദേ വരുന്നു. ഇവൻ പോകുന്നത് വലിയ വലിയ മീറ്റിങ്ങുകൾക്ക്. പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എല്ലാം കൃത്യമായിട്ട് എടുത്തു വെച്ചാൽ എന്താ? അതോ അതിനുണ്ടോ ന്യായം? സ്വന്തം കുടുംബത്തിൽ അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവിടുത്തെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ആള് നീയാണല്ലോ. അപ്പൊ പിന്നെ ബാക്കി ഊഹിക്കാം. വരുൺ, നീ എത്തിയിട്ട് വിളിക്കൂ. നീ പറഞ്ഞത് വെച്ച് നമുക്ക് ലാഭമുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കണ്ട. കേട്ടല്ലോ? ശരി മമ്മി. വരുൺ, കോട്ട് ഞാൻ അവിടെ എടുത്തു വെച്ചിരുന്നതല്ലേ? വരുൺ മറന്നിറങ്ങിയതല്ലേ? അതിന് മമ്മി എന്നെ വഴക്ക് പറഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറയായിരുന്നില്ലേ? എന്തിന്? മമ്മി അങ്ങനെ ചോദിച്ചതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? നത്തിങ്. സോ ലീവ് ഇറ്റ്. ഒന്നുമില്ല വരുൺ. മമ്മി എന്നെ പറഞ്ഞാലും ഒന്നുമില്ല, എന്റെ കുടുംബത്തിനെ പറഞ്ഞാലും ഒന്നുമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പ്രൊട്ടക്ഷൻ ആരും പ്രതീക്ഷിക്കും വരും. നീ ടി വിയിൽ ഏതെങ്കിലും ചർച്ചകൾ കാണാറുണ്ടോ?
ഞാനെപ്പോഴാ ടിവിയുടെ മുന്നേ ഇരിക്കുന്നേ? അല്ല, നിന്റെ ചോദ്യത്തില് ഒരു ചർച്ചയുടെ ഒക്കെ താളം. ഭർത്താവിന്റെ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അതിനും കളിയാക്കി. ശരിയാ, നമ്മുടെ വീട്ടിൽ അത്തരം വാക്കുകളില്ല. പകരം മമ്മി എന്ത് ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, മമ്മി എങ്ങനെ സന്തോഷിപ്പിക്കാം, അതൊക്കെയല്ലേ ഉള്ളൂ. യെസ്, അങ്ങനെയാണ്. ബിക്കോസ് മമ്മിയുടെ ഉപദേശങ്ങൾ, എന്നെക്കുറിച്ചുള്ള പ്ലാനിങ്സ് ഒന്നും വെറുതെ ആയിട്ടില്ല. സോ ഐ റെസ്പെക്ട് ഹർ. ബിസിനസ്സിൽ എനിക്ക് വേണ്ട അന്തരീക്ഷം ഒരുക്കി തന്നതും എന്നെ ഈ പൊസിഷനിൽ എത്തിച്ചതും മമ്മിയാണ്. മതി, വരൺ പൊയ്ക്കോളൂ. ഞാനെപ്പോഴും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കും. ഒരു കാര്യമില്ലാത്തടുത്ത് ചില പരാതികൾ പറഞ്ഞു പോവും. സോറി. ബാഗ് ഇങ്ങോട്ട് താടി ഇങ്ങോട്ട് എടുക്കണിങ്ങോട്ട്. പോകരുത്. ഈ കോളേജിൽ ഞാൻ ചേർന്നതേ കബഡിയുടെ പേരില്ല. അവർക്ക് എന്നോട് ശത്രുത തോന്നിയതും കബഡി തോറ്റതുകൊണ്ടാ. ഇത് കബഡിയുടെ പവറാ. ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഇപ്പോ ആരെങ്കിലും എന്തെങ്കിലും റെക്കോർഡ് ചെയ്താ പേടിക്കണം. എത്ര കാര്യങ്ങൾ നമ്മൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. ഒന്നും അറിയാതെ ആളുകൾ നാണം കെടേണ്ടി വരുന്നത്. ഞാനതാ പിന്നെ പേപ്പറൊന്നും വായിക്കാത്തത്. ഡ്രസ്സ് മാറുന്നതും കുളിക്കുന്നതും ഒക്കെ ഒളിച്ച് ആരെങ്കിലും ഷൂട്ട് ചെയ്യും. കഴിഞ്ഞ മാസം കൂടി ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതിനെന്താ, നീയും ചാവാൻ പോവാ? നിനക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എടി, ഇത്രേ ഉള്ളൂ. കുറച്ച് കഴിയട്ടെ. ഇതിനൊക്കെ ഉള്ളത് അവൾമാർക്ക് നമുക്ക് കൊടുക്കാം. ഇനി എന്ത് ചെയ്തിട്ട് എന്താ? എന്റെ നാണക്കേട് പോവോ? മിണ്ടാതിരുന്നോ? എടി, നമ്മൾ ഒരു ദിവസം ഗുണ്ടകൾ ഓടിച്ചല്ലേ? അന്ന് അവന്മാര് നമ്മുടെ ദേഹത്ത് തൊട്ടിരുന്നെങ്കിലോ? അത് നമ്മുടെ കുഴപ്പമാണോ? നമ്മൾ തെറ്റ് ചെയ്തു ആരെങ്കിലും പറയോ? അതെ, അവളുമാർ ഉദ്ദേശിച്ച എന്താ? നിന്നെ നാണം കെടുത്തണം. പിന്നെ നീ അവളുമാരുടെ നേരെ തല പൊക്കി നോക്കരുത്. ഇതൊക്കെയല്ലേ? ഇതൊന്നും നടന്നില്ലെന്ന് നമ്മളങ്ങ് വിചാരിച്ചാലോ? അവളുമാര് തോക്കും. ഏയ്, എന്തു പറഞ്ഞാലും എന്റെ ടെൻഷൻ മാറില്ല. എടി, നെറ്റിലൊക്കെ ഇട്ട നമ്മുടെ നാട്ടിലുള്ളവർ വരെ അതൊക്കെ കാണും. അതല്ലേ ഋഷി സാർ അവരോട് പറഞ്ഞത് അങ്ങനെ ചെയ്യരുതെന്ന്. എന്നിട്ടും ചെയ്താ നീ പോയി കംപ്ലൈന്റ് ചെയ്യണം. അവന്മാര് പിന്നെ അകത്താവും. എന്തായാലും കൃത്യസമയത്ത് സാറ് വന്നത് നന്നായി. നമുക്ക് വേണ്ട എല്ലാ സമയത്തും സാറ് നമ്മളെ സഹായിക്കാൻ എത്തുന്നുണ്ട്. എനിക്കെന്തോ എന്ത് അല്ല, നിന്നെ കബഡിയിൽ സഹായിച്ചു, സിറ്റി മുഴുവൻ നമ്മളെ തെരഞ്ഞു, നമുക്ക് ആപ്ലിക്കേഷൻ തന്നു, ക്ലാസ്സിലെ രമ്പയുടെയും കൂട്ടുകാരുടെയും മുമ്പിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തു, നിനക്ക് പുസ്തകം തന്നു. ഒന്നെങ്കിൽ സാറ് കഴിഞ്ഞ ജന്മത്തില് നമ്മുടെ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഈ ജന്മത്തില് സാറ് നമ്മുടെ ആരെങ്കിലും ആവും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിനക്ക് വട്ടാടി. നിനക്കില്ലല്ലോ എന്ത് വട്ട്? ചില കാര്യങ്ങൾ വട്ടായിട്ടാ തോന്നുക. നീ എന്റെ വാങ്ങിക്കുവേ. എടി, ഇതൊരു വലിയ ലോകമാണ്. സാറും അവരൊക്കെ നമ്മളെക്കാൾ ഒരുപാട് വലിയ ആൾക്കാരാ. നമ്മള് വന്നത് പഠിക്കാനാ, പഠിക്കാൻ മാത്രം. ഋഷി സാർ നമ്മളെ സഹായിച്ചു, ഒന്നല്ല പല തവണ. അത് ദൈവം നീട്ടിയൊരു സഹായ. അങ്ങനെ കാണണം നമ്മള്. എന്നാ നമുക്കേ ഋഷി സാറിനെ കാണുമ്പോ ഒന്ന് വലം വെച്ച് തൊഴുതാലോ? ദൈവമല്ലേ? ചെല്ലുമ്പോ അമ്മയോട് പറയും വേണം, ഇന്ദ്രപുരി സമയം നോക്കാതെ നിങ്ങൾക്ക് നിരങ്ങാനുള്ള സ്ഥലമല്ലെന്ന്. ഞാൻ പറഞ്ഞു എന്ന് തന്നെ പറയണം.